ഇങ്ങോട്ടാണ് പോകേണ്ടത്. പാറ അടിപൊളിയായിട്ട് കിടിലൻ സ്ഥലം തന്നെയാണ്. കയറി പോകണം. അങ്ങനെ നമ്മൾ സ്കന്ധാശ്രമം എത്തി. ഇവിടെ എഴുതി വെച്ചാൽ വേണ്ട, എൻട്രിങ് ദ അണ്ണാമലൈ റിസർവ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈംബ് വിത്ത് ഹിൽ ഈസ് ആൻ ഓഫീസർ. കാടിനുള്ളിൽ കയറാൻ പാടില്ല. നമുക്ക് നേരെ സ്കന്ധാശ്രമത്തിലേക്ക് പോകാം. സ്കന്ധാശ്രമം ഓപ്പണിംഗ് ടൈം 8:30 to 4:30 p.m. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രകാരം ഡിക്ലെയർ ചെയ്ത സ്ഥലം കൂടിയാണ്. നമുക്കതിനുള്ളിൽ പോയി കാഴ്ച കാണാം. ഇതാണ് സ്കന്ധാശ്രമം. ഇതും രമണ മഹർഷിയുടെ വേറൊരു ആശ്രമമാണ്. ഇതിൻ്റെ ഉള്ളിലും മൊബൈൽ ഫോണിന് ഒന്നും ചിത്രീകരണമല്ല ഇവിടെ അല്ല. കാരണം നല്ല സൈലൻസ് വേണം. പിന്നെ ആശ്രമ അന്തരീക്ഷമാണ്, സീക്രട്ട് പ്ലേസാണ്. കുറേ നേരം മെഡിറ്റേഷൻ ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. മനസ്സിന് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടും. അപ്പം അങ്ങനെ ഇനിയുള്ള ബാക്കിയുള്ളത് രമണ ആശ്രമം തന്നെയാണ് അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. ഇത് ഈ സ്കന്ധാശ്രമവും താഴത്തെ വിരൂപാക്ഷ കേവും തമ്മിലെ വ്യത്യാസം എന്ന് വെച്ചാൽ, ആദ്യം വിരൂപാക്ഷ കേവിലാണ് രമണ മഹർഷി തപസ് ചെയ്തത്. പിന്നീട് അവിടുന്ന് അതൊരു 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 19-ാം നൂറ്റാണ്ടിലെ ആദ്യം വരെ 1906 വരെയാണ് രമണ മഹർഷി വിരൂപാക്ഷ കേവിലുണ്ടായത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിലെ 20 വർഷം ഇവിടെയാണ് ഉണ്ടായത്. വളരെ സീക്രട്ട് പ്ലേസാണ്. ശരിക്കും രമണ മഹർഷി താമസിച്ച സ്ഥലമാണ്. ഇത് രണ്ടും രമണ ആശ്രമത്തിലെ കീഴിലാണുള്ളത്. നമ്മൾ സ്കന്ധാശ്രമത്തിൽ നിന്ന് സൈഡിൽ റോഡുണ്ട്. ആ റോഡിലൂടെ നമുക്ക് രമണാശ്രമം എത്താം. രമണാശ്രമം 2 വഴിയുണ്ട്. മെയിൻ റോഡിൽ തന്നെ നമുക്ക് പോയാലെത്തും. പക്ഷേ സ്കന്ധാശ്രമം വിരൂപാക്ഷ ഗുഹയും കുന്ന് കയറേണ്ടി വരും. അപ്പം ഞാൻ 2 വഴിയുണ്ട്. ഒന്നുകിൽ വിരൂപാക്ഷ കേവ് എത്തി പിന്നെ നേരെ ഇങ്ങനെ കുന്ന് കയറിയിട്ട് നേരെ സ്കന്ധാശ്രമം എത്തും. ഓക്കെ, എന്നിട്ട് ഇതുവഴി പോയാൽ നമുക്ക് രമണാശ്രമം എത്താം. അല്ലെങ്കിൽ രമണാശ്രമം എത്തിയിട്ട് അതുവഴി ഇങ്ങനെ വരാം. ഏത് വഴിയും എന്തായാലും ഇത് 2 സ്ഥലങ്ങളും കുന്നിൻ്റെ മുകളിലാണ്. രമണാശ്രമം താഴെയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. അത് നല്ല അത്ഭുത സ്ഥലം തന്നെയാണ്. കാരണം നല്ല പീസും നല്ല മെഡിറ്റേഷനും ചെയ്യാൻ പറ്റിയ പക്കാ സ്ഥലം. ഒരു കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. ഫോണിൻ്റെ ഒരു ക്ലിക്ക് പോലും അവരനുവദിക്കില്ല. അവർ വാച്ച് ചെയ്യുകയും ചെയ്യും. ഉള്ളിൽ പോയി 10-20 നിമിഷത്തോളം ഞാൻ ധ്യാനിച്ചു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു. അത്രയും പീസായിരുന്നു. ഇനിയും കൂടുതൽ സ്ഥലം കാണാൻ ഇനിയും ഞാൻ ഒരു വട്ടം വരുന്ന നാളെയും കൂടി ഉണ്ട്. ഒരു വട്ടം വന്നിട്ട് ഒന്നുകൂടി ധ്യാനം ചെയ്യും. നമുക്ക് ഇതുവഴി നടന്ന് രമണാശ്രമം പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. രമണാശ്രമത്തിൽ കുറച്ച് നടന്നു പോകണം. കാട്ടിലൂടെ നല്ല കാഴ്ചകളായിട്ട് നല്ല ഇതാണ്. ഇവിടെ കിട്ടില്ല. കുരങ്ങുകളുണ്ട് ഇഷ്ടം പോലെ. എടാ കുരങ്ങ്. ഇവിടുന്ന് അരുണാചൽ ഈ തിരുവണ്ണാമല ടൗൺ കാണാം. എടാ കിടിലൻ വ്യൂ ഉണ്ട്. കുരങ്ങിൻ്റെ ഫാമിലി. ഇവിടെ നമുക്ക് തിരുവണ്ണാമല ടൗൺ കാണാം. നിറച്ചും കുരങ്ങാണ്. ഇപ്പം നമുക്ക് തിരുവണ്ണാമല ടൗൺ കാണാം. ഇവിടുന്ന് എൻ്റെ വ്യൂ പോയിന്റ്.
ఇట్లనే పడుకుందా